ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപി ജനവല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീരാവനചാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. जय श्री 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 राधा माधव की जय. पतित पावन श्री प्रभुपाद की जय. परम दयाल श्री गुरुदेव की जय. अनंत कोटि वैष्णव की जय. टैगोर सिद्धार्थ प्रेमानंदे हरि हरि बोल. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. निगमकल्पतरोर्गलितं फलं शुकमुखादमृताद्रव्यसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः. नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्. नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतीरुत्तमश्लोके भक्तिर्भवति नैष्ठिकी. ॐ ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः. नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन्निति नामिने. नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे. मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनदारिणं परमानन्दमाधवं श्रीचैतन्येश्वरम्. कदाञ्चन स्मृते अस्मिन् दुष्करं सुकरं भवेत् विस्मृते विपरीतं स्यात् श्रीचैतन्यं नमामि तम्. हरिः ओम तत्सत्. ഹരേ കൃഷ്ണ. രമാദേവി മാതാജി എന്താണ് കൈ ഉയർത്തിയിരിക്കുന്നത്? എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. ഇല്ല പ്രഭു, വെറുതെ ഞാൻ ഹാൻഡ് റേസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഹരേ കൃഷ്ണ. സോ എല്ലാവരെയും ഒരിക്കൽ കൂടി ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം ശ്രീമദ് ഭാഗവത്തിലെ 1-ാമത്തെ സ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായമായ ദ്രോണപുത്രൻ ശിക്ഷിക്കപ്പെടുന്നു എന്ന അധ്യായമാണ്. അതിൽ 33-ും 34-ാമത്തെയും ശ്ലോകത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് എനിക്ക് ഇന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടിയിരിക്കുന്നത്. ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ തീർച്ചയായിട്ടും കണ്ടത് ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് എങ്ങനെയാണ് അതിനു മുമ്പ് പാണ്ഡവരുടെ പുത്രന്മാരെ എല്ലാവരെയും വധിച്ച അത്ര വളരെ ഹീനമായ ആ പ്രവൃത്തി ചെയ്ത് അതിന് ഉള്ള ശിക്ഷ അനുഭവിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അശ്വത്ഥാമാവിനെ ചെന്ന് പിടിച്ച പാണ്ഡവർ അർജുനനെ പിടിച്ചു. ഇനി കാണാൻ പോകുന്നത് വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള കുറെ ഭാഗങ്ങളാണ്.
ഇപ്പോൾ ഇത്രയും ക്രൂരനായ ആ ഒരു വ്യക്തിയെ പിടിച്ചു കെട്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന 33, 34 ശ്ലോകങ്ങളാണ് എങ്കിൽ 35 മുതൽ അടുത്ത 58 ശ്ലോകം വരെയുള്ള ഭാഗങ്ങളിൽ അവരുടെ ഒരു ഡിസ്കഷനാണ് ഇതിനെ കുറിച്ചിട്ട്. അതിലേക്ക് നമ്മൾ ഇന്ന് കടക്കുന്നില്ല. നാളെ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സുകളിൽ എടുക്കുന്ന ഭക്തന്മാരതിനെ കുറിച്ച് പറഞ്ഞു തരും. അപ്പൊ അതിന് മുൻപായിട്ട് അശ്വത്ഥമാവിനെ പിടിച്ചു കെട്ടുന്ന ഒരു ഭാഗമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അശ്വത്ഥമാവിനെ പിടിച്ചു കെട്ടിയത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. അദ്ദേഹം പൈശാചികമായിട്ട് ഉറങ്ങിക്കിടന്നിരുന്ന പാണ്ഡവരുടെ പുത്രന്മാരെ എല്ലാവരെയും വധിക്കുകയാണ്. പാണ്ഡവരാണ് എന്ന തെറ്റിദ്ധാരണയിലാണ് യഥാർത്ഥത്തിൽ അശ്വത്ഥമാവ് അവരെ എല്ലാവരെയും കൊല്ലുന്നത്. ദൃഷ്ടദ്യുമ്നെയും അവിടെ വെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. ദൃഷ്ടദ്യുമ്നെ കൊന്നതിന് ശേഷം പുത്രന്മാരെ എല്ലാവരെയും 5 പേരെയും വധിച്ചു. അവരുടെ ശിരസ്സുമായിട്ടാണ് അദ്ദേഹം ദുര്യോധനനെ കാണാൻ പോകുന്നത്. ദുര്യോധനുള്ള ഒരു ശാപമായിരുന്നു, ശാപമോ വരമോ അദ്ദേഹത്തിന് കിട്ടിയത് ഇതാണ്: സന്തോഷവും വേദനയും ഒരുപോലെ അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ദുഃഖവും ഒരുപോലെ അനുഭവിക്കുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് മരണത്തിന് കീഴടങ്ങാൻ സാധിക്കുകയുള്ളൂ. ആദ്യം കണ്ടപ്പോ ഇത് പാണ്ഡവരുടെ ശിരസാണ് എന്ന് ദുര്യോധനൻ അറിഞ്ഞപ്പോൾ, അശ്വത്ഥമാവ് പറഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷം പൂണ്ടു. അതിൽ ഭീമന്റെ ശിരസ് ഏത് എന്ന് ചോദിച്ച് ഭീമന്റെ ശിരസ് കാണിക്കുമ്പോൾ ആ ഭീമന്റെ ശിരസിലേക്ക് ദുര്യോധനൻ കൈ എടുത്തു വെക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകും. അപ്പൊ ഇത് ഭീമനല്ല എന്ന് ദുര്യോധനന് മനസ്സിലാവുകയാണ്. അങ്ങനെയെങ്കിൽ ഇത് ആരെ എന്ന് നോക്കുമ്പോൾ, കൺഫേം ചെയ്യാൻ നോക്കുമ്പോഴാണ് അത് പാണ്ഡുപുത്രന്മാരാണ്, പാണ്ഡുപുത്രന്മാരുടെ പുത്രന്മാരാണ് എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന് അതിൽ ദുഃഖിതനാകുകയാണ് ദുര്യോധനൻ. അങ്ങനെ അത് രണ്ടും കൂടെ ഉണ്ടായിരുന്ന മിക്സ്, രണ്ടും കൂടെ കലർന്ന ആ ഒരു സമയത്താണ് അദ്ദേഹത്തിന്റെ ശരീരം വെടിയുന്നത്. അങ്ങനെ അശ്വത്ഥമാവിനെ ഇവിടെ പിടിക്കാനായിട്ട് അർജുനൻ പോവുകയാണ്. അതിനു മുൻപ് അശ്വത്ഥമാവ് ആദ്യം അയച്ചുവിട്ട ബ്രഹ്മാസ്ത്രത്തിനെ, 2 ബ്രഹ്മാസ്ത്രത്തിനെയും അർജുനൻ തിരിച്ച് പിടിക്കുകയാണ്. ആദ്യം അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കും, അതിനെതിരായിട്ട് അർജുനനും ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കും. പക്ഷെ എന്നാൽ ഭഗവാൻ കൃഷ്ണന്റെ നിർദ്ദേശാനുസരണം അദ്ദേഹം 2 ബ്രഹ്മാസ്ത്രത്തെയും പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എന്താണ് നമുക്ക് നോക്കാം. ശ്ലോകം 33. തദ ആസാദ്യത സതരസാ ദാരുണാം ഗൗതമീസുതം ബബന്ധാമർഷതാമാമ്രാശ പശും രശനയാ യഥാ. വിവർത്തനം ഭാവാർത്ഥം ശിലപ്രഭുപാദ് കി ജയ്. ഇരു താമ്ര ഗോളങ്ങളെ പോലെ രോഷത്താൽ ചുവന്ന് ജ്വലിക്കുന്ന നേത്രങ്ങളോട് കൂടിയ അർജുനൻ ഗൗതമീപുത്രനെ സാമർഥ്യപൂർവം പിടികൂടുകയും വടത്താൽ അവനെ ഒരു മൃഗത്തെ പോലെ ബന്ധിക്കുകയും ചെയ്തു. ഭാവാർത്ഥം: അശ്വത്ഥമാവിന്റെ മാതാവായ കൃപി ഗൗതമന്റെ കുടുംബത്തിലാണ് ജനിച്ചത്. ഈ ശ്ലോകത്തിന്റെ പ്രധാന ആശയം അശ്വത്ഥമാവിനെ പിടികൂടുകയും ഒരു മൃഗത്തെ പോലെ ബന്ധിക്കുകയും ചെയ്തു എന്നതാണ്. ഈ ബ്രാഹ്മണപുത്രനെ ഒരു മൃഗത്തെ എന്ന പോലെ പിടിച്ചു കെട്ടേണ്ട ബാധ്യത അർജുനനുണ്ടെന്ന് മാത്രമല്ല, അത് അദ്ദേഹത്തിന്റെ കർത്തവ്യത്തിന്റെ ഭാഗം ആണെന്നുമാണ് ശ്രീധരസ്വാമിയുടെ മതം. ശ്രീകൃഷ്ണന്റെ ഇനി വരുന്ന പ്രസ്താവനകളിൽ ശ്രീധരസ്വാമിയുടെ ഈ നിർദ്ദേശങ്ങളെ സ്ഥിരീകരിച്ചിരിക്കുന്നു. അശ്വത്ഥമാവ് ദ്രോണാചാര്യരുടെയും കൃപിയുടെയും യഥാർത്ഥ പുത്രനായിരുന്നു. എന്നാൽ നീചമായ ജീവിത അവസ്ഥയിലേക്ക് അധപ്പതിക്കുന്നതിനാൽ അവനെ ഒരു ബ്രാഹ്മണനെ പോലെ അല്ലാതെ മൃഗത്തെ പോലെ കൈകാര്യം ചെയ്തത് ഉചിതമാകുന്നു. അടുത്ത ശ്ലോകം കൂടെ വായിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കഷൻ ആരംഭിക്കാം. ശിബിരായ നിനീഷന്തം രജ്വാബധ്വാരിപുംബലാൽ പ്രാഹാർജുനം പ്രകുപിതോ ഭഗവാനംബുജേക്ഷണഃ. വിവർത്തനം ഭാവാർത്ഥം ശിലപ്രഭുപാദ് കി ജയ്. അശ്വത്ഥമാവിനെ ബന്ധനസ്ഥനാക്കിയ ശേഷം അർജുനൻ അവനെ സൈനിക കൂടാരത്തിലേക്ക് കൊണ്ടുചെല്ലാൻ ആഗ്രഹിച്ചു. പരമദിവ്യോത്തമ പുരുഷൻ അദ്ദേഹത്തിന്റെ അംബുജ നേത്രങ്ങളാൽ കുപിതനായ അർജുനനെ വീക്ഷിച്ചുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു. ഭാവാർത്ഥം: ഇവിടെ ഇരുവരെയും അർജുനനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും കോപാകുലരായി ചിത്രീകരിച്ചിരിക്കുന്നു. എന്നാൽ
അർജുനന്റെ നേത്രങ്ങളെ ചുട്ടുപഴുത്ത് ചുവന്ന താമ്രഗോളങ്ങളോടും അതേസമയം ഭഗവാന്റെ നയനങ്ങളെ അംബുജങ്ങളോടും സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. അർജുനന്റെയും ഭഗവാന്റെയും കോപം ഒരേ തലത്തിലല്ല എന്ന് ഇത് അർത്ഥമാക്കുന്നു. ഭഗവാൻ അതീന്ദ്രിയനാകയാൽ ഏതവസ്ഥയിലും നിർവികൽപ്പനാണ്. ഭഗവാന്റെ കോപം ഭൗതിക പ്രകൃതിയുടെ സവിശേഷതകൾക്കുള്ളിലുള്ള ജീവാത്മാക്കളുടെ ക്രോധത്തിന് സമാനമല്ല. ഭഗവാൻ നിജാധീനനാകയാൽ ഭഗവാന്റെ അമർഷവും ആമോദവും ഏകഭാവമാവുന്നു. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ ഭഗവാന്റെ അമർഷം പ്രകടിപ്പിക്കാറില്ല. ഭഗവത് ഭക്തന്റെ പക്ഷത്തേക്കുള്ള ഭഗവാന്റെ മനചായ്വിന്റെ സൂചന മാത്രമാണത്. ആകയാൽ ഭഗവാൻ കോപാകുലനെങ്കിലും സർവ സാഹചര്യങ്ങളിലും അദ്ദേഹം സ്ഥിതിഭേദമില്ലാത്തവനാകുന്നു. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. പ്രഭുപാദ് ഈ ഭാവാർത്ഥത്തിലൂടെ വളരെ മനോഹരമായ ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം നമുക്കൊന്നുകൂടെ വായിക്കുകയാണ്. ഇരു താമ്രഗോളങ്ങളെ പോലെ രോഷത്താൽ ചുവന്നു ജ്വലിക്കുന്ന നേത്രങ്ങളോടുകൂടിയ അർജുനൻ ഗൗതമിപുത്രനെ സാമർഥ്യപൂർവ്വം പിടികൂടുകയും വടത്താൽ അവനെ ഒരു മൃഗത്തെ പോലെ ബന്ധിക്കുകയും ചെയ്തു. ശ്ലോകം 34ന്റെ വിവർത്തനം. അശ്വത്ഥാമാവിനെ ബന്ധനസ്ഥനാക്കിയ ശേഷം അർജുനൻ അവനെ സൈനിക കൂടാരത്തിലേക്ക് കൊണ്ടുചെല്ലാൻ ആഗ്രഹിച്ചു. പരമദിവ്യോത്തമ പുരുഷൻ അദ്ദേഹത്തിന്റെ അംബുജ നേത്രങ്ങളാൽ കുപിതനായ അർജുനനെ വീക്ഷിച്ചുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു. നമ്മൾ കണ്ടു കഴിഞ്ഞ ക്ലാസ്സുകളിൽ അശ്വത്ഥാമാവ് ചെയ്ത ഹീനമായ പ്രവൃത്തിയുടെ ഫലമായിട്ട് ഉടൻ തന്നെ അശ്വത്ഥാമാവിനെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അർജുനനും എല്ലാവരും ചെല്ലുന്നത്. അശ്വത്ഥാമാവിനെ പിടിച്ചു കെട്ടി അന്നേരം വേണമെങ്കിൽ അദ്ദേഹത്തിനെ കൊല്ലാമായിരുന്നു. എന്നാൽ അതിന് ഉചിതമായ ശിക്ഷ വിധിക്കാൻ കഴിവുള്ള വ്യക്തി വേറൊരാളാണ് എന്ന് കണ്ടുകൊണ്ടാണ് അർജുനൻ അശ്വത്ഥാമാവിനെ ശിബിരത്തിലേക്ക്, അതായത് യുദ്ധ കൂടാരത്തിലേക്ക് കൊണ്ടു ചെല്ലാനായിട്ട് ആഗ്രഹിച്ചത്. ഈ ഒരു ഹീനമായ പ്രവൃത്തിയിൽ, അതായത് അശ്വത്ഥാമാവ് ചെയ്ത തൻ്റെ 5 പുത്രന്മാരെയും കൊന്നത് കാരണം ഇതിന് ഉചിതമായ ശിക്ഷ നൽകാൻ സാധിക്കുന്നത് ആ വേദന ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ അമ്മയ്ക്കാണ് എന്ന് അർജുനന് മനസ്സിലാവുകയും അങ്ങനെ അർജുനൻ അശ്വത്ഥാമാവിനെയും കൊണ്ട് ശിബിരത്തിലേക്ക് കൊണ്ടുപോയി ദ്രൗപദിയുടെ പാദത്തിൽ കൊണ്ടുവയ്ക്കാനായിട്ട് ആഗ്രഹിച്ചു. അർജുനന്റെ ദേഷ്യത്തെ മനസ്സിലാക്കുക. ഇവിടെ ഒരു താമ്രഗോളത്തെ പോലെ രോഷത്താൽ ചുവന്നു ജ്വലിക്കുന്ന നേത്രങ്ങളോടുകൂടിയ അർജുനൻ. ഇവിടെ 2 എക്സ്ട്രീം കോൺട്രഡിക്ഷൻസ് അല്ലെങ്കിൽ എക്സ്ട്രീം എൻഡ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീ ജ്വാലകളെ പോലെ ജ്വലിച്ച് ചുവന്നു നിൽക്കുന്ന 2 കണ്ണുകളോടുകൂടി അർജുനനും, എന്നാൽ അതേ സമയത്ത് അതെത്രയും ദേഷ്യം ഉണ്ടായിരുന്നിട്ടും അംബുജ നേത്രങ്ങളാൽ താമരക്കണ്ണുകൾ പോലെയുള്ള ഭഗവാൻ കൃഷ്ണനും, രണ്ടുപേരും കുപിതരാണ്. പക്ഷെ എങ്കിലും ഭഗവാന്റെ കണ്ണില് നമുക്ക് ആ ഒരു കൃപ കടാക്ഷം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചില പ്രഭുപാദ് ആ ഭാവാർത്ഥത്തിൽ പറയുന്നു, ഈ ബ്രാഹ്മണപുത്രനെ ഒരു മൃഗത്തെ എന്ന പോലെ പിടിച്ചു കെട്ടേണ്ട ബാധ്യത അർജുനൻ ഉണ്ടെന്ന് മാത്രമല്ല, അത് അദ്ദേഹത്തിന്റെ കർത്തവ്യത്തിന്റെ ഭാഗം ആണെന്ന് ആണ് ശ്രീധരസ്വാമിയുടെ മതം. ശ്രീധരസ്വാമി പറഞ്ഞിരിക്കുന്നത്, അർജുനൻ ചെയ്തത് എത്രയും കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ബ്രാഹ്മണപുത്രനെ എന്നാണ് ഇവിടെ അശ്വത്ഥാമാവിനെ അഭിസംബോധന ചെയ്യുന്നത്. അഭിസംബോധന ചെയ്യുന്ന സെൻസ് ശ്രീധരസ്വാമി അഡ്രസ് ചെയ്യുന്നത്, അദ്ദേഹത്തിനെ അഭിസംബോധന ചെയ്യുന്നത് ബ്രാഹ്മണപുത്രൻ എന്ന് മാത്രമാണ്. ബ്രാഹ്മണപുത്രൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അദ്ദേഹം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞില്ല? ബ്രാഹ്മണന്റെ പുത്രനായിരുന്നിട്ടുകൂടി ബ്രാഹ്മണന്റെ എല്ലാ ക്വാളിറ്റീസും കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നിട്ടും, അതിനുള്ള എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം അത് ചെയ്തില്ല. ഇങ്ങനെയുള്ളവരെ പറയുന്ന ഒരു പേരാണ് ബ്രഹ്മബന്ധു.
റിലേറ്റീവ്സ് ഓഫ് എ ബ്രാഹ്മണ, ബ്രാഹ്മണന്റെ ബന്ധുക്കൾ എന്ന് മാത്രമുള്ള ക്വാളിഫിക്കേഷനാണ് അദ്ദേഹത്തിനുള്ളത്. കാരണം ബന്ധു ആയതുകൊണ്ട് അദ്ദേഹത്തിന് ബ്രാഹ്മണന്റെ ക്വാളിറ്റികൾ ഉണ്ടാവണം എന്നില്ല. എന്നാൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് നമുക്ക് ജാതിയും മതവും സ്റ്റാറ്റസ് ഇതെല്ലാം ജനിക്കുന്ന കുടുംബത്തിന്റെ മഹിമ പോലെ, അല്ലെങ്കിൽ ഏത് കുടുംബത്തിലാണോ ജനിക്കുന്നത് അവൻ അതാണ് എന്ന് അങ്ങ് മുദ്ര കുത്തുകയാണ് ചെയ്യുന്നത്. അതൊരു തെറ്റായ പ്രവണതയാണ്. അത് ശാസ്ത്രത്തിന്റെ തീർച്ചയായിട്ടും വിരുദ്ധമായ കാര്യമാണ്. ജന്മനാൽ ആരും ഒന്നുമാകുന്നില്ല. എല്ലാവരും അവൻ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് മാത്രം വളർന്നു വരുന്നതാണ്. ഒരു ക്ലാസ് കേട്ടപ്പോൾ അതിൽ പറയുകയുണ്ടായി, ബോംബെയില് ഒരു ഹോസ്പിറ്റലില് ജനിച്ചപ്പോ ആ നേഴ്സ് കൊണ്ടുവന്ന് ആ കുട്ടിയെ അച്ഛന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട്, ഇതാണ് സച്ചിൻ ടെണ്ടുൽക്കർ, ഭാവിയിലെ പ്രശസ്തനായ ഒരു ബാറ്റ്സ്മാനായി മാറേണ്ട വ്യക്തിയാണ്, ഇവനാണ് ലോകത്തിലെ മുഴുവൻ ക്രിക്കറ്റ് പ്രേമികളുടെയും ആരാധ്യനായ പുരുഷനായി മാറും എന്ന് പറഞ്ഞ് ആ നേഴ്സ് കൊണ്ട് കൊടുത്ത കുട്ടിയല്ല സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ ചൂസ് ടു ബി എ ക്രിക്കറ്റർ. അദ്ദേഹം ഡിസയേർഡ് ടു ബി എ ക്രിക്കറ്റർ. ആഗ്രഹിച്ചു, അതിനുവേണ്ടി പ്രയത്നിച്ച് നേടിയെടുത്ത ഒരു പൊസിഷനാണ് ഇന്ന് സച്ചിൻ ടെണ്ടുൽക്കറെ കൂടെ നമ്മളെല്ലാവരും ലോകം മുഴുവൻ ആരാധിക്കുന്ന ക്രിക്കറ്ററായിട്ട് പ്രശംസിക്കുന്നത്. അങ്ങനെ ഒരു ക്രിക്കറ്റർ ഒരു ലേബർ റൂമിൽ ജനിച്ച വ്യക്തിയല്ല. അദ്ദേഹം ജീവിതത്തിൽ തിരഞ്ഞെടുത്ത് അതിനുവേണ്ടി പ്രയത്നിച്ച വ്യക്തിയാണ്. ഏതൊരു മഹാന്റെ കാര്യം നമ്മൾ നോക്കിയാലും അവര് ജനിക്കുന്നത് അങ്ങനെയല്ല. എന്നാൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ മകൻ അതുപോലെ ക്രിക്കറ്റർ ആകാൻ അദ്ദേഹത്തിന് സാധ്യത കൂടുതലുണ്ട്, പോസിബിലിറ്റി ഉണ്ട്. ബട്ട് ഹി ഈസ് നോട്ട് ഈവൻ ആസ് ബിക്കെയിം ഫേമസ് ആസ് സച്ചിൻ ടെണ്ടുൽക്കർ. കാരണം സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ അദ്ദേഹം പ്രയത്നിച്ചില്ല. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അശ്വത്ഥാമ എന്ന വ്യക്തി ദ്രോണാചാര്യന്റെ ശിഷ്യനും പുത്രനും ആയിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന് ഉയർന്ന തലങ്ങളിലേക്ക് ഉയരാൻ സാധിക്കുമായിരുന്നെങ്കിലും അതിലേക്ക് വരാൻ പ്രയത്നിച്ചില്ല. അധമമായ കാര്യങ്ങളിൽ അദ്ദേഹം ഇൻവോൾവ് ആകുകയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ബ്രാഹ്മണ പുത്രൻ എന്ന് അശ്വത്ഥാമാവിനെ അഭിസംബോധന ചെയ്യുന്നത് ശ്രീധരസ്വാമികൾ. അങ്ങനെ ഒരു മൃഗത്തെ പോലെ പിടിച്ചു കെട്ടേണ്ട ബാധ്യത അർജുനനുണ്ടായിരുന്നു. സോ ഹി വാസ് ബീൻ ബൗണ്ട് ലൈക്ക് ആൻ ആനിമൽ. ഒരു മൃഗത്തിനെ എങ്ങനെയാണോ കെട്ടുന്നത്, ഒരു ബ്രാഹ്മണനായിട്ട്, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ഒരുവനെ ഒരു മൃഗതുല്യനായിട്ട് പിടിച്ചു കയറിൽ കെട്ടിയിടണം എന്ന് പറയണമെങ്കിൽ എത്രമാത്രം അധപ്പതിച്ചു. ആ ബ്രാഹ്മണിക്കൽ കൾച്ചർ എവിടെ? സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അത്രമാത്രം നീചമായ അവസ്ഥയിലേക്ക് ഒരു വ്യക്തിയെ എത്തിക്കാൻ സാധിക്കും എന്നതിന് ഉത്തമമായ ഒരു ഉദാഹരണമാണ് നമുക്കിവിടെ അശ്വത്ഥാമാവിൽ കൂടെ കാണുന്നത്. എത്രമാത്രം നല്ല ധർമ്മിഷ്ഠനായിട്ട് ധർമ്മത്തിന് ഉചിതമായ കാര്യങ്ങളിൽ നിപുണനായിക്കൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കേണ്ട വ്യക്തിയെ ഇന്നിവിടെ മൃഗതുല്യരായിട്ട് പിടിച്ചു കെട്ടിയിടണമെങ്കിൽ എത്ര നീചമായ അവസ്ഥയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ ഇവിടെ ശ്രീധരസ്വാമികളും ചില പ്രഭുപാദരും സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. യഥോചിതമായ കാര്യമാണ് അർജുനൻ ചെയ്തത് എന്ന് പറയുക. കാരണം മൃഗതുല്യമായ പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. മൃഗങ്ങളാണ് ആരാണോ എന്താണെന്നോ എങ്ങനെയാണെന്നോ സ്വന്തം അല്ലെങ്കിൽ എവിടെയാണെന്ന് പോലും നോക്കാതെ സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി മാത്രം ഇച്ഛിച്ചുകൊണ്ട് ജീവിക്കുന്നത്. അസുരൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? എന്താണ് അസുരൻ എന്ന പദത്തിന്റെ അർത്ഥം?
Anybody in the group? ഹരേ കൃഷ്ണ. അസുരൻ എന്ന പദത്തിന് അർത്ഥം ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ആസുരിക സ്വഭാവമുള്ളവർ. ആസുരിക സ്വഭാവം. എന്താ ആസുരിക സ്വഭാവം എന്നുള്ള അർത്ഥം? ഇത് ഒരു മനുഷ്യന് ചേരാത്ത, സൂര്യന് ചേരാത്ത തരത്തിൽ. ഹരേ കൃഷ്ണ. ഓക്കെ, മോർ സ്പെസിഫിക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു പദത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഒറിജിൻ എവിടെയാണെന്ന് നോക്കണം. ഒറിജിൻ എവിടെ നിന്നാണ് അത് ഉത്ഭവിച്ചത്, ആ വാക്ക് ഉത്ഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അതിനെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അസുരൻ അല്ലെങ്കിൽ ആസുരിക അല്ലെങ്കിൽ അസുരൻ എന്ന വാക്ക് പറയുമ്പോൾ അസുര എന്ന 2 പദങ്ങളിൽ നിന്നാണ് ഈ അസുരൻ എന്ന പദം ഉണ്ടായത്. അസു എന്ന് പറഞ്ഞാൽ ശ്വാസോച്ഛ്വാസം എന്നാണ് അർത്ഥം, ബ്രീത്തിങ്. ര എന്ന് പറഞ്ഞാൽ രമിക്കുന്നവൻ എന്നാണ് അർത്ഥം. ശ്വാസം വിടുന്നത് പോലും തൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി, അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നവനെയാണ് അസുരൻ എന്ന് പറയുന്നത്. He did not have 2 horns, അല്ലെങ്കിൽ ഇങ്ങനെ കൊമ്പും പല്ലുകളൊക്കെ വിളിച്ച് അങ്ങനെ ആവണമെന്നില്ല. എനിവൺ, ആരാണെങ്കിലും തൻ്റെ ശ്വാസോച്ഛ്വാസം പോലും, ശ്വാസം ശ്വസിക്കുന്നത് പോലും തൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. That means that much involved in sensual activities. അവനെയാണ് അസുരൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തൻ്റെ സ്വാർത്ഥ താല്പര്യം എന്ന് പറഞ്ഞാൽ അത്ര ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഇത്ര ഹീനമായ പ്രവൃത്തികൾ ചെയ്യാൻ വരെ തയ്യാറായി. തീർച്ചയായിട്ടും ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് പോലും അദ്ദേഹം ഒരു ആസുരിക സ്വഭാവം കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മൃഗതുല്യമായ പ്രവൃത്തി. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം തന്നെ അതാണ്. മനുഷ്യൻ കുറച്ച് റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സാമൂഹികമായ പരിതസ്ഥിതികൾ നോക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പക്ഷെ അത് വലിയൊരു വ്യത്യാസം ഞാൻ പറയുന്നില്ല, കാരണം ബോത്ത് ആർ ഡൂയിങ് ദി സെയിം തിങ്. സെൻഷ്യൽ എൻജോയ്മെന്റിന് പ്രാധാന്യം കൊടുക്കുന്നു, പക്ഷെ മൃഗത്തിനേക്കാൾ കുറച്ചുകൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് വേയിൽ, കുറച്ചുകൂടെ ബെറ്റർ വേയിൽ മനുഷ്യർ ചെയ്യുന്നത് മാത്രം. എന്നാൽ മൃഗങ്ങൾ, അവർക്ക് they don't bother whether it's a street, they don't bother who somebody is looking at them, അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി വരുന്നുണ്ടോ എന്ന് അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. They just go. റോഡിലാണോ, they can do their sexual activities, they don't bother, they don't have any shame. റോഡ് കടത്തിണ്ടയിലാണ് ആണെങ്കിൽ ഓക്കെ, ഡോണ്ട് മൈൻഡ്, ഐ ക്യാൻ സ്ലീപ്പ് ഹിയർ, ഞാൻ ഇവിടെ തന്നെ കിടന്നുറങ്ങാം. വഴിയിൽ എന്ത് കണ്ടാലും ആരുടെ കണ്ടാലും കടിച്ചു പറിച്ചോ തട്ടിപ്പറിച്ചോ അല്ലെങ്കിൽ കിടക്കുന്നതോ എന്തും മലമോ മൂത്രമോ എന്താണെങ്കിലും വിസർജ്യ വസ്തുക്കളാണെങ്കിലും കഴിക്കാം. ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് ആൻ ആനിമൽ. എന്തു പ്രവൃത്തിയും അതിൻ്റെ വീണ്ടും വിചാരമില്ലാതെ ചെയ്യുന്ന നേച്ചറാണ് മൃഗങ്ങൾക്കുള്ളത്. വീണ്ടും വിചാരമില്ലാത്തൊരു പ്രവൃത്തിയല്ലേ ഇപ്പോ അശ്വത്ഥമ ഇവിടെ കാണിച്ചതും. യുദ്ധം കഴിഞ്ഞു, ഒഫീഷ്യലി യുദ്ധം കഴിഞ്ഞു. അർദ്ധരാത്രിയിൽ കിടന്നുറങ്ങുന്ന പിഞ്ചു ബാലകന്മാരെ ചെന്ന് നിഷ്കരുണം അവരുടെ ശിരസ് ഛേദിക്കണമെന്ന് പറഞ്ഞാൽ അത് മൃഗതുല്യമല്ലാതെ മറ്റൊന്നുമില്ല. ബ്രാഹ്മണനായിട്ട് ജനിച്ചു എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? അതാണ് ശ്രീല പ്രഭുപാദ് താഴോട്ട് പറയുന്നുണ്ട്, അശ്വത്ഥമാവ് ദ്രോണാചാര്യരുടെയും കൃപിയുടെയും യഥാർത്ഥ പുത്രനായിരുന്നു. സോ ദേ ഹാവ്, ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നതനുസരിച്ച് നമ്മളുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ച് നമുക്ക് ഓരോ ശരീരം ലഭിക്കുന്നത് നമുക്ക് ആ നിൽക്കുന്ന അല്ലെങ്കിൽ ആ കിട്ടുന്ന ശരീരത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഉയരത്തിലേക്ക് ഉയരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആധ്യാത്മികപരമായി ഉയരുന്നതിനുള്ള ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുകയാണ്. ആ ഫെസിലിറ്റീസ് അത്രയും കിട്ടിയിട്ടും അശ്വത്ഥമാവ് അതിനെ ഉപയോഗിച്ചില്ല. ശാസ്ത്രം പറയുന്ന മനോഹരമായ ഒരു വാക്കുണ്ട്, കീടപക്ഷി മൃഗാണാം ച ഹരൗ സന്യസ്ത ചേതസാം ഊർധ്വമേതദ് ഗതിർമന്യേ കിം പുനർജ്ഞാനിനാം നൃണാം. ഒരു കീടമോ പക്ഷിയോ മൃഗമോ ആയിക്കോട്ടെ, അവര് ഭഗവത് സേവനത്തിൽ ഇൻവോൾവ് ആകുകയാണ് എങ്കിൽ, ഹരൗ സന്യസ്ത ചേതസാം, ഭഗവാന് വേണ്ടി സേവനം അനുഷ്ഠിക്കുകയാണ് എങ്കിൽ, ഊർധ്വമേതദ് ഗതിർമന്യേ, they will be elevated to the next higher position. ഊർധ്വമേതദ് ഗതിർമന്യേ, അവരുടെ
വഴി മുകളിലോട്ടുള്ള വഴിയായിരിക്കും. ചോദിക്കുകയാണ് കിം പുനർജ്ഞാനിനാം നൃണാം, then what to talk about such an intelligent class of human being? ഇവൻ കീടത്തിനോ പക്ഷിക്കോ മൃഗത്തിനോ മുകളിലോട്ടുള്ള വഴി തെളിയുകയാണ്, ഭഗവത് സേവനത്തിൽ ഇൻവോൾവ് ആകുകയാണ് എങ്കിൽ പിന്നെ ഇത്രയും ബുദ്ധിപരമായ നീക്കങ്ങളിൽ കൂടി അല്ലെങ്കിൽ ബുദ്ധിമാനായ മനുഷ്യരുടെ കാര്യം പറയേണ്ടതുണ്ടോ? Even if some animals do some devotional activities, they do it unintentionally. They don't desire to do that. അജ്ഞാത സുകൃതിയിലേക്ക് അത് ചെന്ന് പതിക്കുകയാണ്. അജ്ഞാത സുകൃതി കൊണ്ട് അവർക്ക് വീണ്ടും മുകളിലേക്കുള്ള ജന്മം നേടുകയാണ് എങ്കിൽ, പർപ്പസ്ലി ഇന്റൻഷനലി സ്വന്തം ഇച്ഛയോടുകൂടി ഒരു മനുഷ്യൻ ഭഗവത് സേവനം പ്രവർത്തിക്കുകയാണെങ്കിൽ then what would be the result? അതിന്റെ ഫലം പറയേണ്ട ആവശ്യമുണ്ടോ എന്നാണ്. കിം പുനർജ്ഞാനിനാം നൃണാം, പിന്നെ അങ്ങനെയെങ്കിൽ ഇത്രയും ബുദ്ധിമാനായ മനുഷ്യന്റെ കാര്യം പറയേണ്ടതുണ്ടോ എന്നാണ് ആ ഗ്രന്ഥം ശാസ്ത്ര ശ്ലോകത്തിൽ ചോദിക്കുന്നത്. പക്ഷെ അതേ അവസ്ഥ ഹിയർ അശ്വത്ഥാമ ഓപ്റ്റഡ് ടു ബി ലൈക്ക് ദിസ്. അദ്ദേഹം ഇങ്ങനെ ആയി തീരാൻ അദ്ദേഹത്തിന്റെ തന്നെ ശ്രമം കൊണ്ട് സംഭവിച്ചതാണ്. നോബഡി ഈസ് ദെയർ ടു ബി ബ്ലെയിംഡ്. അതുകൊണ്ട് ഇവിടെ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ഒരുവനെ പോലും പിടിച്ചു കെട്ടി മൃഗതുല്യരായിട്ട്, കാരണം മൃഗീയ പ്രവൃത്തികൾ ചെയ്തു, അതുകൊണ്ട് മൃഗതുല്യരായിട്ട് അദ്ദേഹത്തിനെ ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഭഗവാൻ കൃഷ്ണൻ ദേശത്തിലാണ് എങ്കിലും അദ്ദേഹത്തിന്റെ താമരയോടുകൂടിയ കണ്ണുകളോടുകൂടിയ ഭഗവാൻ അദ്ദേഹം അർജുനനെ വീക്ഷിച്ചുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അരുളി ചെയ്യുന്നത് എന്താണ് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ ചില പ്രഭുപാദ് ഭാവാർത്ഥത്തില് വളരെ മനോഹരമായ 2-3 പോയിന്റുകൾ പറയുന്നുണ്ട്. നമുക്കത് എന്താണെന്ന് നോക്കാം. ഇവിടെ ഇരുവരെയും, അർജുനനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും കോപാകുലരായി ചിത്രീകരിച്ചിരിക്കുന്നു. എന്നാൽ അർജുനന്റെ നേത്രങ്ങളെ ചുട്ടുപഴുത്ത് ചുവന്ന താമ്രഗോളങ്ങളോടും അതേസമയം ഭഗവാന്റെ നയനങ്ങളെ അംബുജങ്ങളോടും സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഭഗവാന്റെ കരുണാമയനായ ഒരു ഭാവത്തിനെ, എത്രമാത്രം ഭഗവാൻ ദേഷ്യപ്പെട്ടാലും ഭഗവാന്റെ ഹൃദയത്തിൽ ആ ഒരു കൃപാ കടാക്ഷം ഉണ്ടാവും. അത് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കൂടി തെളിയുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അംബുജങ്ങളോട്, അതായത് താമരയോട് ഭഗവാന്റെ കണ്ണുകളെ ഉപമിച്ചു എന്ന് കാണാം. ഞാൻ പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആർക്കൊക്കെ ഓർമ്മയുണ്ട് എന്ന് കൈ ഉയർത്തുക, പിന്നീട് ഞാൻ ചോദിക്കാം. ഭഗവാന്റെ ഓരോ അംഗങ്ങളെയും താമരയോടാണ് ഉപമിച്ചിരിക്കുന്നത്. നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയെ നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയെ. ഓരോ മായാതീത മാതജി ഓർക്കുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും അറിയാമോ എന്തുകൊണ്ടാണ് ഭഗവാന്റെ ഓരോ അംഗങ്ങളെയും താമരയുടെ ഇതളുകളോട് ഉപമിക്കാനുള്ള കാരണം? ആർക്കെങ്കിലും പറയാം? മായാതീത മാതജിയോട് ഞാൻ ചോദിക്കാം. ജസ്റ്റ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും മാതജി. യെസ് ജ്ഞാനാംബിക മാതജി പറഞ്ഞോളൂ. എന്തുകൊണ്ടാണ്? പ്രഭു പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ എന്റെ മനസ്സിൽ വന്നത് താമരയ്ക്ക് വേറെ ഒന്നുമായിട്ട് അറ്റാച്ച്മെന്റ് ഇല്ല. താമരയുടെ ഇലക്കാണ്, താമര പൂവിനുണ്ടാവും താമരപ്പൂവിന്റെ സൗന്ദര്യവും അതിന്റെ മഹിമയുമാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അറിയില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ താമരയേക്കാൾ ഭംഗിയുള്ള മറ്റു പുഷ്പങ്ങളില്ലേ? ഉണ്ട്. അപ്പൊ പിന്നെ താമര പിന്നെ സ്വർലോകത്തിലെ പുഷ്പമാണ്. ഭഗവാന്റെ ഗോലോകധാമത്തിലെ പുഷ്പമാണ് താമര. ശരി. ഓക്കെ. വേറെ ആർക്കെങ്കിലും? പവിത്രമായ താമരപ്പൂ പവിത്രമായതും ഭംഗിയുള്ളതും ചളിയിൽ നിന്നിട്ടും പവിത്രമായിട്ട് എന്താ പറയാ, ശുദ്ധമായിട്ട് നിൽക്കുന്നില്ലേ? പങ്കജം പങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെളിയിൽ നിന്ന് കിളിച്ചു വരുന്നു. അതുകൊണ്ട് പങ്കജം എന്ന പേര്. പക്ഷെ അതുകൊണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഓക്കെ, ചെളിക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഒക്കെ വെള്ളത്തിൽ അടിയിലുള്ള ചെളിയിലാണ് താമര വളരുന്നത്. പക്ഷെ ഇപ്പം മറ്റു ചെടികളെല്ലാം നോക്കുകയാണെങ്കിൽ കുറച്ച് ചെളി, അതായത് മണ്ണിലാണ് വളരുന്നത്. മണ്ണ് അവിടെ ചെളിയാണല്ലോ, മണ്ണില് വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴേ കളിവിളിയാകുക. അതൊരു ചെളി തന്നെയാണ് യഥാർത്ഥത്തിൽ മറ്റു ചെടികളെല്ലാം. അതുപോലെ പറഞ്ഞു മാതജി പറഞ്ഞ 100% അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഭഗവാന്റെ താമര വളരെ മനോഹരമാണ്, ഒക്കെ ശരി. പക്ഷെ
താമരയേക്കാൾ മണമുള്ള മറ്റു പുഷ്പങ്ങളുണ്ട്. താമരയ്ക്ക് യഥാർത്ഥത്തിൽ വലിയ സ്മെല്ലൊന്നുമില്ല. താമരയേക്കാൾ ഒരുപാട് സ്മെല്ലാണ് മുല്ലപ്പൂവ്, റോസ് റോസാപ്പൂവിന് പൂ അതെ. എത്രയോ സ്മെല്ലാണ് താമരയേക്കാളില്. Then that could have been used. ഹരേ കൃഷ്ണ. പക്ഷെ ഭംഗിയുള്ളത് ഭംഗി എന്താ സുന്ദരായിട്ടും. ഭംഗി? മുല്ലപ്പൂവിന് നല്ല സ്മെല്ല്, നല്ല ഭംഗിയുണ്ട്. റോസാപ്പൂവിന് നല്ല ഭംഗിയുണ്ട്. വേറെ എത്രയോ പുഷ്പങ്ങളുണ്ട്. ഞാൻ പറയാം എന്താണ്, ഏത് പുഷ്പങ്ങൾ എടുത്താലും അതിൻ്റെതായ ഭംഗിയുണ്ട്. ഓക്കെ, താമരയ്ക്കും തീർച്ചയായും സ്പെഷ്യൽ ഭംഗിയുണ്ട്, അത് സമ്മതിക്കുന്നു. ഓക്കെ, എനി അതർ പോയിന്റ്? ഹരേ കൃഷ്ണ പ്രഭുജി. താമരയ്ക്ക് എപ്പോഴും താമര വളരുന്നത് പിന്നെ എന്താ പറയാ, ചെളിയിലാണെങ്കിലും അതിന് ഡിറ്റാച്ച്മെന്റ് ആണ്, എല്ലാത്തിനോടും ഒരു വിടുതലാണ്, അറ്റാച്ച്മെന്റ് ഇല്ല. കറക്റ്റ്. അത് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, പത്മപത്ര വിഭാംബശ. അതായത് നമ്മൾ പോലും ജീവിക്കുന്നത് താമര ഇലകളെ പോലെ ആയിരിക്കണം. പത്മപത്രം എന്നാണ് പറയുന്നത്. താമര ഇലകളെ പോലെ വെള്ളത്തിലാണ് ജീവിക്കുന്നതെങ്കിലും അൺഅറ്റാച്ച്ഡ് ആണ്. പക്ഷെ അതുകൊണ്ട് അതൊരു കാരണമാണോ ഭഗവാന്റെ അംഗങ്ങളുമായിട്ട് ഉപമിക്കാനായിട്ട്? യെസ്, നൗ ലെറ്റ്സ് ഹിയർ ഫ്രം മായാതീത മാതാജി. പറഞ്ഞാട്ടെ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. ആദ്യ ബദ്ധാത്മാവായ ബ്രഹ്മാവിനേക്കാളും മുൻപുണ്ടായതാണ് ഭഗവാന്റെ നാഭിയിൽ നിന്ന് താമര. ഓക്കെ. അപ്പൊ അത് ഭൗതികമായിട്ട് ഉള്ളതല്ല. അത് ആദ്യബദ്ധാത്മാവ് ബ്രഹ്മാവിന്റെ ഇരിപ്പിടം, അതായത് ഭഗവാന്റെ നാഭിയിൽ നിന്ന് ആദ്യമായിട്ടുണ്ടായതാണ് താമര. അതുകൊണ്ടായിരിക്കാം. ഹരേ ഓക്കെ. കൃഷ്ണ. യെസ് മാതാജി, തീർച്ചയായിട്ടും നമ്മുടെ അതായത് മാതാജി പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷെ ഇത് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യാനുണ്ട്. അതായത് ബ്രഹ്മദേവൻ സൃഷ്ടിക്കപ്പെട്ടത് താമരയിലാണ്, താമരപ്പൂവിലാണ്. അപ്പൊ ബ്രഹ്മാവിന് മുൻപേ താമരപ്പൂ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താമരപ്പൂ എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വയം സൃഷ്ടിയാണ്. ശ്രീമദ് ഭാഗവത്തില് ഉള്ള 10 വിഷയങ്ങളിൽ സംസാരിക്കുന്നതിനെ കുറിച്ചിട്ട് ആദ്യത്തേത് എന്ന് പറഞ്ഞാല് പ്രൈമറി ക്രിയേഷനും സെക്കൻഡറി ക്രിയേഷനും, സർഗ വിസർഗ എന്ന് പറയുന്ന 2 സബ്ജക്റ്റാണ് ആദ്യം തുടങ്ങുന്നത്. സർഗ വിസർഗ എന്ന് പറഞ്ഞാൽ, സർഗ എന്ന് പറഞ്ഞാൽ പ്രൈമറി ക്രിയേഷൻ. പ്രൈമറി ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ സ്വയം സൃഷ്ടിച്ച വസ്തുക്കൾ എന്തൊക്കെയാണ് ഭഗവാൻ സ്വയം സൃഷ്ടിച്ചത്. അതിനുശേഷം വിസർഗ എന്ന് പറയുന്നതാണ് ദ ക്രിയേഷൻ ഓഫ് ലോർഡ് ബ്രഹ്മ. ബ്രഹ്മദേവന്റെ ക്രിയേഷനാണ് മറ്റ് നമ്മളിപ്പോൾ ഇന്ന് കാണുന്നതല്ല. അപ്പോ മറ്റു പുഷ്പങ്ങളെല്ലാം, മറ്റു വസ്തുക്കളെല്ലാം ഭൗതിക ലോകത്തിൽ നമ്മൾ കാണുന്നതെല്ലാം ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ്. ബ്രഹ്മാവിന്റെ സൃഷ്ടി എന്ന് പറയുമ്പോൾ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിഫക്ട്സ് ഉണ്ടാകും. പക്ഷേ താമര എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വന്തം സൃഷ്ടിയാണ്, വിച്ച് ഇസ് ഡിഫക്റ്റ് ലെസ്. അത് മാത്രമല്ല, അത് ബ്രഹ്മാവിന്റെ സൃഷ്ടിയിലുള്ള ഒന്നിനെയും ഭഗവാന്റെ ഏതെങ്കിലും ഒരു ഇന്ദ്രിയവുമായി കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. ബിക്കോസ് ദാറ്റ് ഈസ് മെറ്റീരിയൽ. അത് ഭഗവാന്റെ ഭൗതിക സൃഷ്ടിയിൽ വരുന്നതാണ്. എന്നാൽ താമര എന്ന് പറയുന്നത് ആധ്യാത്മിക തലത്തിലുള്ളതുമാണ്. അത് ഭഗവാന്റെ സ്വന്തം സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് താമര ഇതിലുമായിട്ട് ഭഗവാന്റെ ഓരോ അംഗങ്ങളെയും ശാസ്ത്രം കമ്പയർ ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ബ്രഹ്മാവിന്റെ സൃഷ്ടിയിലുള്ള ഒരു വസ്തുവും ഭഗവാനുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ഭഗവാന്റെ തന്നെ സൃഷ്ടിയായ താമരയുണ്ട്. അതുകൊണ്ട് ഭഗവാൻ സ്വയം സൃഷ്ടിച്ചതായതുകൊണ്ട് താമര ഇതിലുമായിട്ട് ഭഗവാന്റെ ഓരോ അംഗങ്ങളെയും കമ്പയർ ചെയ്യുന്നു. ക്ലിയർ ആണ്? എല്ലാവർക്കും ക്ലിയർ ആയെങ്കിൽ എല്ലാവരും, ക്ലിയർ ആയവരൊക്കെ കൈ ഉയർത്തുക. ക്ലിയർ ആയി പ്രഭു, ഇപ്പൊ ക്ലിയർ ആയി. ക്ലിയർ ആയവരൊക്കെ. ഹരേ കൃഷ്ണ. അല്ല, സ്വയം ഭഗവാൻ സൃഷ്ടിച്ചത് കാരണമാണ് അത്. എന്താ പറയാ, സ്വയം സൃഷ്ടിച്ചത് കാരണമല്ല, ബ്രഹ്മാവിന്റെ സൃഷ്ടിക്ക് അതുമായി കമ്പയർ ചെയ്യാനുള്ള ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട്. ബ്രഹ്മാവിന്റെ സൃഷ്ടിയിലുള്ള മറ്റൊക്കെ ഭംഗിയും ചിലപ്പം മണവും ഒക്കെ കൂടുതൽ ഉണ്ടെങ്കിലും that cannot be compared with the Lord ഭഗവാൻ, because that is material. അത് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ താമര എന്ന് പറയുന്നത് ഭഗവാന്റെ ഡയറക്റ്റ് സൃഷ്ടി ആയതുകൊണ്ട് then that has that quality. ഓക്കെ, ആർക്കൊക്കെ മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഇനി കുറെ ആൾക്കാരൊന്നും മിണ്ടുന്നില്ല, ഉറക്കമാണ് എല്ലാവരും. ഹരേ കൃഷ്ണ. What about others?
ഹരേ കൃഷ്ണ. ഓക്കെ, സോ ഭഗവാന്റെ സൃഷ്ടിയാണ്, ഭഗവാന്റെ തന്നെ സൃഷ്ടിയായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പൊ ഇവിടെ പറയുന്നത് ഭഗവാന്റെ അർജുനനെ തീഗോളം പോലെയുള്ള കണ്ണുകളോട് ഉപമിക്കുന്നു, അർജുനന്റെ കണ്ണുകളെ ഉപമിക്കുന്നു. പക്ഷെ ഭഗവാന്റെ ആ താമരയുമായിട്ട് ഉപമിക്കുകയാണ് ചെയ്യുന്നത്. അർജുനന്റെയും ഭഗവാന്റെയും കോപം ഒരേ തലത്തിലല്ല എന്ന് ഇത് അർത്ഥമാക്കുന്നു. ഭഗവാൻ ദേഷ്യപ്പെടുന്നു. അതിന് താഴേക്ക് പോകുമ്പോൾ വളരെ മനോഹരമായ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് ഡിസ്കസ് ചെയ്യാം. നമുക്ക് എത്ര സമയം വരേണ്ട ക്ലാസ്? 8:45 വരെ അല്ലേ? സോ നമുക്ക് മാക്സിമം ഒരു 8:55. ഓക്കെ പ്രഭു. ശരി, ഓക്കെ. ശിലപ്രഭാതിന്റെ പർപ്പോട്ടിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ ഭഗവാന്റെ അമർഷം പ്രകടിപ്പിക്കാനാവില്ല. ഭഗവത് ഭക്തന്റെ പക്ഷത്തേക്കുള്ള ഭഗവാന്റെ മനചായ്വിന്റെ സൂചന മാത്രമാണിത്. ആകയാൽ ഭഗവാൻ കോപാകുലനെങ്കിലും സർവ്വ സാഹചര്യങ്ങളിലും അദ്ദേഹം സ്ഥിതി ഭേദമില്ലാത്തവനാകുന്നു. സോ ഈ ഒരു ലൈനാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. ഭഗവത് ഭക്തന്റെ പക്ഷത്തേക്കുള്ള ഭഗവാന്റെ മനചായ്വിന്റെ സൂചന. സോ I have a question. Whether Krishna is partial or Krishna is impartial. നിങ്ങളോട് എല്ലാവരോടുള്ള ചോദ്യമാണ്. ഭഗവാൻ പക്ഷപാതം കാണിക്കുന്നുണ്ടോ? വെദർ ഈസ് എ പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ടോ? അതോ ഭഗവാൻ ഇംപാർഷ്യൽ ആണോ? ഇല്ല, കാണിക്കാറില്ല. എല്ലാവരോടും ഒരേപോലെ തുല്യ രൂപത്തിൽ. പക്ഷെ ഇവിടെ ക്ലിയർ ആയിട്ട് ചില പ്രഭുപാദ് പറയുന്നുണ്ടല്ലോ, ഭഗവത് ഭക്തന്റെ പക്ഷത്തിൽ. എല്ലാവരും മ്യൂട്ടിലിരിക്കൂ. പറയേണ്ട ആൾക്കാർ പറയണമെന്ന് ആഗ്രഹമുള്ളവർ കൈ ഉയർത്തിയിട്ട് പറഞ്ഞാൽ മതി. ഹരേ കൃഷ്ണ. കൈ എല്ലാരും മ്യൂട്ടിലിരിക്കുക. ദയവിച്ച് എല്ലാരും മ്യൂട്ടിലിരുന്നിട്ട് പറയാൻ ആഗ്രഹിക്കുന്നവര് കൈ ഉയർത്തുക മാത്രം ചെയ്യുക. യെസ്. സോ ഇപ്പൊ ആരാണ് പറഞ്ഞത്? ഇപ്പൊ ഒരാൾ പറഞ്ഞു. അതാരാണ് പറഞ്ഞത്? ഞാനാണ് പ്രഭു. രമാദേവി മാതാജി. യെസ്. മാതാജി പറഞ്ഞു ഭഗവാൻ ഇംപാർഷ്യൽ ആണ്, പാർഷ്യൽ അല്ല, പാർഷ്യാലിറ്റി കാണിക്കത്തില്ല. പക്ഷെ ഇവിടെ ചില പ്രഭുപാദ് സ്പഷ്ടമാണ്. ചില പ്രഭുപാദ് പറയുന്നത് തെറ്റാണോ? ഭഗവത് ഭക്തന്റെ പക്ഷത്തേക്കുള്ള ഭഗവാന്റെ മനച്ചായ്വിനെ. അങ്ങനെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഭഗവാൻ പാണ്ഡവരെ സഹായിച്ചോ ഇല്ലയോ പല സന്ദർഭങ്ങളിൽ? പാർഷ്യാലിറ്റി അല്ലേ കാണിക്കുന്നത്? അല്ല, അത് എന്താണെന്നറിയോ, സത്യസന്ധത. ഇവർക്ക് സത്യസന്ധത ഇല്ല, അവർക്ക് സത്യസന്ധത ഇല്ല. അപ്പൊ സത്യസന്ധത ഉള്ളവരെ പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ട്. കൃഷ്ണ ഈസ് ഫേവറിംഗ്. ഒരാൾ സംസാരിക്കുമ്പോൾ ആള് സംസാരിച്ച ശേഷം അടുത്ത ആള് പറയും. ഒരാൾ പറഞ്ഞു കഴിയട്ടെ. ഹരേഷ്ണ പ്രഭു, ധർമ്മത്തിന്റെ കൂടെയാണ് ശ്രീകൃഷ്ണൻ. രമമാതജിയാണോ പറയുന്നത്? അതെ അതെ, പറഞ്ഞോട്ടെ. യെസ്, അതന്നെ. ധർമ്മത്തിന്റെ കൂടെയാണ് ശ്രീകൃഷ്ണൻ എന്താണ് പറയാ പ്രതികരിക്കുന്നത്. മറ്റത് കൗരവർക്ക് ധർമ്മം ഇല്ല. അവരെന്താ പറയുക, ദുഷ്ടപ്രവൃത്തി മാത്രമേ അവർക്കുള്ളൂ. എഗ്രീഡ്. അത് തന്നെയാണ് എന്റെ ചോദ്യം. അപ്പൊ ഭഗവാൻ ധർമ്മം പാലിക്കുന്നവരെ ഫേവർ ചെയ്യുന്നുണ്ട്. അതല്ലേ? അപ്പൊ എന്റെ ജസ്റ്റ് ധർമ്മം പാലിക്കാത്ത എന്തായാലും വാട്ടർ മെസ്. അതുകൊണ്ടാണ് ഭഗവാന്റെ ഭക്തരെ ഫേവർ ചെയ്യുന്നുണ്ട്, അപ്പൊ അഭക്തർക്ക് എതിരായിട്ട് ചെയ്യുന്നുണ്ട്. സോ ദെൻ കൃഷ്ണ ഈസ് പാർഷ്യൽ, ഈസ് നോട്ട് ഇംപാർഷ്യൽ. അപ്പം പക്ഷപാതം കാണിക്കുന്നുണ്ട് ഭഗവാൻ. ശരിയാണ്. ഓക്കെ, എനിബഡി എൽസ്? മാതാജി പ്ലീസ് ദയവ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നത് കൈ ഉയർത്തുക. മറ്റ് രണ്ടുപേരുടെ കൈ ഉയർത്തി നിൽപ്പുണ്ട്. അവരോട് ചോദിച്ചതിന് ശേഷം മാതാജിയോട് പറയാം. മാതാജി പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കൈ ഉയർത്തി കാണിക്കുക. ഐ വിൽ ആസ്ക് യു ഡെഫിനറ്റ്ലി. യെസ്, ഗൗരപ്രിയ മാതാജി. എന്താണ് ഗൗരപ്രിയ സച്ചിദേവി മാതാജി? ഹരേ കൃഷ്ണ പ്രഭുജി. ഭഗവാൻ ഇംപാർഷ്യൽ ആണ്, പക്ഷെ ഭഗവാൻ ഡിവോട്ടീസിനോട് പാർഷ്യൽ ആണ്. കാരണം എന്താ വെച്ചാല് ഭഗവാൻ എല്ലാ ഡിവോട്ടീസിനും ഈക്വൽ റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. He has given equally chance to living entity to become his devotees. യെസ്. എവിടെ കിട്ടിയ ഈ ജ്ഞാനം?
പ്രഭുവിന്റെ ക്ലാസ്സിന് കിട്ടിയതാ. ഹരേ കൃഷ്ണ. ഗുഡ്, വെരി ഗുഡ്, ഗുഡ് പോയിന്റ്. അത് ഓർത്തു, വളരെ നന്നായി. അതായത് ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടന്റ് പോയിന്റ്. യെസ്, ഉമ്മ മാതാജിക്ക് എന്തെങ്കിലും പറയാൻ ആഗ്രഹമുണ്ടോ? ഉമ്മ മാതാജി, ഹരേ കൃഷ്ണ, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോട്ടെ. Hare Krishna. Prabhuji, he is impartial to all. Even അസുരാസിനെ കൊല്ലുകയൊക്കെ ചെയ്യുമ്പോഴും indirectly he is benefiting them. ഓക്കെ, എങ്ങനെ ബെനിഫിറ്റ് ചെയ്യുന്നു? അവരും they are going back to Godhead. ഗോയിങ് ബാക്ക് ടു ഗോഡ് ഹെഡ്. അവരുടെ കർമ്മഫലങ്ങളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ അവരെ കൊല്ലുന്നതോടുകൂടി അവരുടെ കർമ്മഫലങ്ങളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവർ അതിനുവേണ്ടി അനുഭവിക്കേണ്ടി വരുന്നില്ല. സോ ദേ ആർ കംപ്ലീറ്റിംഗ് ദെയർ ഇഫക്റ്റ് ഓഫ് ദ കർമാസ്. ആ ജന്മം തന്നെ തീർത്തിട്ട് ദേ ആർ ഏബിൾ ടു ഗോ ബാക്ക് ടു ഗോഡ് ഹെഡ്. ഈ ഭഗവാന്റെ കൈകളാൽ, അതായത് അതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം ശ്രീമദ് ഭാഗവത്തിൽ മനോഹരമായ ഒരു ശ്ലോകമുണ്ട്. which attracted സുഖദേവ ഗോസ്വാമി. സുഖദേവ ഗോസ്വാമിയെ അട്രാക്ട് ചെയ്ത ഒരു ശ്ലോകമാണ്. ആർക്കും അറിയാം ഏത് ശ്ലോകമാണത്? സ്തനകാലകൂടം. അതായത് ആ സ്തനത്തിൽ വിഷം പുരട്ടിക്കൊണ്ടുപോയ ആ പൂതനയ്ക്ക് പോലും കൊടുത്ത സ്ഥാനം എന്താണ്? എനിക്ക് ഒരു പോറ്റമ്മയുടെ സ്ഥാനം കൊടുത്ത ഭഗവാനാണ്. സോ ഹി ഈസ് ദാറ്റ് മെർസിഫുൾ. മാതാജി മുമ്പ് മാതാജി പറഞ്ഞു, ഗോരപ്രിയ മാതാജി പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. അതെല്ലാവരും അത് ഓർത്തിരിക്കണം. സിമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണ ഈസ് impartial but impartially partial. He is impartially partial ആണ്. സോ ഭഗവാൻ ഭക്തന്മാരോട് അദ്ദേഹം തീർച്ചയായിട്ടും പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ട്. there is no doubt. പക്ഷേ എല്ലാ ജീവജാലങ്ങൾക്കും ഭക്തനാകാനുള്ള അവസരവും ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കൃഷ്ണ. ആർക്കും, അതായത് അസുരകുലത്തിൽ ജനിച്ച, രാക്ഷസകുലത്തിൽ ജനിച്ച വിഭീഷണൻ ഭഗവത് ഭക്തനായി, ഭഗവാന്റെ ശരണത്തിൽ ചെന്നു. ഈ ഗേവ് ഷെൽട്ടർ. അസുരന്റെ പുത്രനായി ജനിച്ച പ്രഹ്ലാദ് മഹാരാജാവ്, ഹി became the greatest of the devotees. വൃത്രാസുരൻ, he became the greatest of the devotees. എന്നാൽ അതേ സമയത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവൻ പോലും അതിനെതിരായി. That is not Krishna's problem. That he opted to be like that. He desired to be like that. So അതിന് ഭഗവാൻ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതിന് ശാസ്ത്രം പറയുന്ന ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അതായത് ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മഴ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മഴ ഒരു പാറപ്പുറത്തും പെയ്യുന്നുണ്ട്, കടലിലും പെയ്യുന്നുണ്ട്, നിലത്തും പെയ്യുന്നുണ്ട്. പക്ഷേ അതിനെ എക്സാക്ട്ലി ഉപയോഗിക്കുന്ന ആരാണ്? മണ്ണാണ്. മണ്ണിൽ മഴ പെയ്യുമ്പോൾ അതിനെ അബ്സോർബ് ചെയ്ത് സ്റ്റോർ ചെയ്ത് ആവശ്യാനുസരണം വൃക്ഷങ്ങൾക്കെല്ലാം കൊടുക്കാൻ ഉള്ള പക്വത, പാകമായിട്ടുള്ളത് മണ്ണാണ്. It is not the problem of the rain that nothing grows on the rocky mountain and there is no use of water in the sea. രണ്ട് സ്ഥലത്തും അതിനെ ഉപയോഗപ്പെടുത്താൻ അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. It is not the problem of the rain. Rain pours water everywhere. അതാണ് ഒരു ഭക്തനെ സംബന്ധിച്ച് പറഞ്ഞാൽ he has the receptive capacity. അതിനെ ഭഗവത് കൃപയെ സ്വീകരിക്കാനുള്ള കഴിവ് ഒരു ഭക്തന് ഉണ്ട്. ആ ഭഗവത് കൃപ സ്വീകരിക്കാൻ, അതായത് ശാസ്ത്രം പറയുന്നുണ്ട്, 7th canto of ശ്രീമദ് ഭാഗവതം is starting with this question of പരീക്ഷിത് മഹാരാജ്. പരീക്ഷിത് മഹാരാജാന്റെ ഈ ചോദ്യത്തോടു കൂടിയാണ് 7ാമത്തെ സ്കന്ധം ആരംഭിക്കുന്നത് തന്നെ, ഈ പാർഷ്യാലിറ്റിയെ കുറിച്ച്. പരീക്ഷിത് മഹാരാജന് ഇതേ സംശയം ഉണ്ടായിരുന്നു, വെദർ ഈസ് പാർഷ്യൽ ഓർ ഇംപാർഷ്യൽ. അപ്പൊ അങ്ങനെ അതിന് സുഖദേവ ഗോസ്വാമി കൊടുക്കുന്ന മറുപടിയാണ്, അത് സത്വഗുണത്തില് കൃഷ്ണ reciprocates to the devotees according to the mode in which what he is. നമ്മൾ ഏത് ഗുണത്തിലാണ് നമ്മൾ വർത്തിക്കുന്നത് എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് കൃഷ്ണ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. സോ ഹി ലൈക്സ് ടു ബി ഇൻ സത്വഗുണ അറ്റ് ലീസ്റ്റ്. ഭഗവത്ഗീത ഏത് ശ്ലോകമാണ് ഇത് പറയുന്നത്? ആർക്ക് പറയാം? നമ്മൾ എങ്ങനെ ഭഗവാനിൽ ശരണം പ്രാപിക്കുന്നു അതുപോലെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുള്ള ശ്ലോകം ഏതാണ്?
ഹരേ കൃഷ്ണ. ദ ഫേമസ് ശ്ലോക. നമ്മൾ എങ്ങനെ ഭഗവാനിൽ ശരണം പ്രാപിക്കുന്നു അതിനനുസരിച്ച് ഭഗവാൻ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു. ये यथा मां प्रपद्यन्ते വെരി ഗുഡ്. യെസ്. ഏ യഥാമാം പ്രപദ്യന്തെ താം സ്ഥതൈവ ഭജാമ്യഹം. ഹൗ യു സറണ്ടർ അൺ ടു മീ, സെയിം വേ റെസിപ്രോക്കേറ്റ്. ഞാൻ അതുപോലെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നു. സോ അതാണ് ഭഗവാൻ ചെയ്തത്. ഒരു ഭക്തൻ ഭഗവാനെ പ്രേമപൂർവം ഭഗവാനെ ഭജിക്കുമ്പോൾ ഹി ഓൾസോ റെസിപ്രോക്കേറ്റ് ഇൻ ദ സെയിം പാറ്റേൺ. ഒരു ശത്രുവിന്റെ രൂപത്തിൽ ഭഗവാനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഹി ഓൾസോ റെസിപ്രോക്കേറ്റ് ഇൻ ദ സെയിം പാറ്റേൺ. ഇറ്റ് ഈസ് നോട്ട് കൃഷ്ണ ഡിസൈഡ്സ്, ഇറ്റ് ഈസ് വി ഡിസൈഡ്. നമ്മൾ തീരുമാനിക്കുന്നു ഐ വാണ്ട് ടു ബി എനിമി ഓഫ് കൃഷ്ണ. സോ ഓക്കെ, ഐ ആം യുവർ എനിമി, ഐ വിൽ ആക്ട് ഇൻ ദാറ്റ് വേ. അതിന് ബെസ്റ്റ് മറ്റൊരു ശ്ലോകം ശ്രീമദ് ഭാഗവത്തിലുണ്ട്. എന്താണ്, കഴിഞ്ഞ ദിവസം ഏതൊരു ക്ലാസ്സിൽ പറയുകയുണ്ടായി. ഗോപ്യാകാമാത് ഭയാത് കംസോ, ഗോപ്യാകാമാത് ഭയാത് കംസോ, പിന്നെ ദ്വേഷൈദ്യാദരോ നൃപഃ. ശിശുപാലൻ ഈർഷ കൊണ്ട് ഭഗവാനെ അപ്രോച്ച് ചെയ്തു. പിന്നെ എന്താണ്, യദുവംശത്തിലുള്ളവർ ഭഗവാനെ റിലേറ്റീവായിട്ട് കണ്ടു. പാണ്ഡവന്മാര് ഭഗവാനെ സ്നേഹത്തോടെ, യെസ്, വെരി ഗുഡ്, കറക്റ്റ് മതി. ഗോപ്യാകാമാത് ഭയാത് കംസോ, ദ്വേഷൈദ്യാദരോ നൃപഃ സംബന്ധാത് വൃഷ്ണയാ സ്നേഹാത്. യെസ്. ഇത് ഇവരെ എല്ലാവർക്കും ഭഗവാൻ മോക്ഷം നൽകിയതാണ്. ഇവർക്ക് എല്ലാവർക്കും പ്രോപ്പർ ഡെസ്റ്റിനേഷൻ കൊടുത്തു. സോ ഹി ഈസ് സോ മെർസിഫുൾ, ഹി ഈസ് ഈക്വൽ ടു എവരിബഡി. ഈക്വൽ. അത് ഭഗവാന്റെ കുഴപ്പമില്ല നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത്. നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു ഭഗവാൻ അതനുസരിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു. ഹി റെസിപ്രോക്കേറ്റ്സ് ടു ദി മോഡ് ഓഫ് ഗുഡ്നെസ്. ഭഗവാനെ ശത്രുവായിട്ട് നമുക്കറിയാം. ബെസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എക്സാമ്പിൾ, ബലി മഹാരാജിന്റെ അടുത്ത് വാമന രൂപത്തിൽ വന്നപ്പോ രണ്ട് പറഞ്ഞു. എക്സാക്ട്ലി ഹിസ് ഡോട്ടർ, ഐ തിങ്ക്, ബലി മഹാരാജന്റെ മോളോ അതോ പെങ്ങളോ. ആദ്യം ആ പിഞ്ചു ബാലനെ കണ്ടപ്പോ എടുത്ത് പാല് കൊടുക്കണമെന്ന് തോന്നി, മുലയൂട്ടണമെന്ന് തോന്നി, സ്നേഹത്തോടു കൂടി വാത്സല്യം തോന്നി. എന്നാൽ ബലി മഹാരാജ് അവനെ ചവിട്ടി താഴ്ത്തുന്നു എന്ന് കണ്ടപ്പോൾ ആ ദേഷ്യത്തില് അദ്ദേഹത്തിനെ കൊല്ലണമെന്ന് തോന്നി. ദാറ്റ് ഈസ് വാട്ട് ഹു കെയിം ആസ് പൂതന. രണ്ടിനും ഭഗവാൻ റെസിപ്രോക്കേഷൻ ചെയ്തു. സോ ഇറ്റ് ഈസ് നോട്ട് ഹിസ് പ്രോബ്ലം ദാറ്റ് ഹി സീംസ് ടു ബി ഇംപാർഷ്യൽ ഫോർ അസ്. He seems to be impartial. Yes, thank you, Aishwarya Mataji is a daughter. Anyway, so നമുക്ക് അദ്ദേഹം പാർഷ്യലായിട്ട് നമുക്ക് തോന്നും, പക്ഷേ he is completely impartial. അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. ആര് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു അതനുസരിച്ച് അദ്ദേഹം റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു. സോ താങ്ക് യു സോ മച്ച്. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്, ശില പ്രഭുപാദ് കി ജയ്, ഗുരുദേവ് കി ജയ്, നിതായ് ഗൗർ സിദ്ധാന്ത് പ്രേമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു, എനിക്ക് ഇപ്പോഴും ഒരു സംശയമാണ്. അതന്നെ, അപ്പൊ പ്രഭു ഒന്നുകൂടി അത് പറയാം. അത് എന്താണ് എനിക്ക് മനസ്സിലായില്ല കറക്റ്റ്. കാരണം നമ്മളെ പറഞ്ഞില്ലേ കൃഷ്ണൻ എന്തുകൊണ്ടാണ് താമരപ്പൂ, അത് ഫുള്ളായിട്ട് ഒന്നുകൂടി ഇത്തിരി പറഞ്ഞുതരും. ഓക്കെ, യെസ്, ക്ലിയർ ആയിട്ട് പറയാം മാതാജി. അതായത് ബ്രഹ്മദേവൻ എവിടെയാണ് ജനിച്ചത്? മാതാജി തന്നെ പറയൂ. കൃഷ്ണ ഈ പൊക്കിളിൽ നിന്ന്, താമരപ്പൂവിന്റെ പൊക്കിളിൽ നിന്ന്, ഭഗവാന്റെ നാഭിയിൽ നിന്ന് വന്ന താമരപ്പൂവിനുള്ളിലാണ് ബ്രഹ്മദേവൻ ജനിക്കുന്നത്. അപ്പൊ ബ്രഹ്മാവിന് മുൻപ് താമരപ്പൂ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതെ. മറ്റുള്ള പുഷ്പങ്ങള്, മറ്റുള്ള വസ്തുക്കളെല്ലാം ബ്രഹ്മദേവന്റെ സൃഷ്ടിയാണ്. അതിനാണ് ശ്രീമദ് ഭാഗവത്തിൽ 2 സൃഷ്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. സർഗ, വിസർഗ. ഒന്ന് പ്രൈമറി ക്രിയേഷൻ, 2 സെക്കൻഡറി ക്രിയേഷൻ. പ്രൈമറി ക്രിയേഷൻ എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വന്തം സൃഷ്ടിയും സെക്കൻഡറി ക്രിയേഷൻ അല്ലെങ്കിൽ വിസർഗ എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ സൃഷ്ടിയുമാണ്. ക്ലിയർ ആണല്ലോ? അപ്പോ താമരപ്പൂ പ്രൈമറി ക്രിയേഷനിൽ വരുമോ സെക്കൻഡറി ക്രിയേഷനിൽ വരുമോ? സർഗയില്. കറക്റ്റ്. സർഗ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സ്വന്തം സൃഷ്ടി. അപ്പൊ ബ്രഹ്മദേവന്റെ സൃഷ്ടിയിലുള്ള എല്ലാത്തിനും എന്തെങ്കിലും ഓരോ പോരായ്മകളുണ്ട്. അത് ഭൗതികമാണ്.
ഭൗതിക ഓക്കെ ഭഗവാൻ അതീന്ദ്രിയനാണ്, ഭൗതികത്തിന് മുകളിലുള്ളവനാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാന്റെ എന്തെങ്കിലും ഒരു ഇന്ദ്രിയങ്ങളെയോ എന്തെങ്കിലുമായി കമ്പയർ ചെയ്യണമെങ്കിൽ ഭൗതികപരമായ വസ്തുവുമായി കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ. അതുകൊണ്ടാണ് താമര ഇതളുമായിട്ട് മേ ബി നമുക്ക് അപ്പിയേഴ്സ് ടു ബി ബ്യൂട്ടിഫുൾ ഓർ മോർ ഫ്രാഗ്രൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല സ്മെൽ, നല്ല മണമോ നല്ല ഭംഗിയോ മറ്റു പുഷ്പങ്ങൾക്ക് നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിലും the quality of lotus is transcendental. അത് ഭഗവാന്റെ ഡയറക്റ്റ് സൃഷ്ടി ആയതുകൊണ്ടാണ് ഭഗവാന്റെ അംഗങ്ങളെ അതുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആണോ മാതാജി? ഓക്കെ പ്രഭു. ക്ലിയർ ആണോ മാതാജി? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ക്ലിയർ. ഓക്കെ. യെസ് യെസ്. ഓക്കെ, ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം പ്രഭു. വളരെ പ്രണാമം നല്ല മാതാജി. ക്ലാസ്, താങ്ക് യു പ്രഭു. പ്രഭു ഹരേ കൃഷ്ണ. ലാസ്റ്റ് പറഞ്ഞത് ഭഗവാൻ സീംസ് ടു ബി പാർഷ്യൽ. He seems to be partial. He seems to be partial. But he is impartial. Yes. Okay പ്രഭു. Thank you പ്രഭു. കറക്റ്റ് മനസ്സിലാണെങ്കിൽ is impartially partial എന്ന് നമുക്ക് ഉപയോഗിക്കാം. He is impartially partial. എങ്ങനെയാണ് he is partial to his devotees, there's no doubt. He is partial to his devotees, no doubt. But he has given chance for everybody to become his devotee. That is his impartiality. ഹരേ കൃഷ്ണ പ്രഭുജി. Thank you very much പ്രഭു. പ്രഭുജി, ബ്രഹ്മാവ് അപ്പം സർഗ സൃഷ്ടിയല്ലേ? ബ്രഹ്മാവ് സർഗമാണ്. യെസ്. അതുകൊണ്ട് താങ്ക് യു. അല്ല, ബ്രഹ്മാവിന്റെ ക്രിയേഷൻ തൊട്ടാണല്ലോ വിസർഗ സൃഷ്ടിയല്ലേ? ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നതാണ് വിസർഗത്തിൽ. കറക്റ്റ്. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഹരേ കൃഷ്ണ. സോ ആർക്കും സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ മാതാജി. യെസ്. Thank you, Prabhu. Thank you so much, Prabhu. Hare Krishna. Hare Krishna. Thank you so much. Srimad Bhagavatam ki jai, Srila Prabhupada ki jai, Srila Gurudev ki jai, Nitai Gaur Siddhanta Premanande. Hare Krishna. Vancha kalpatarubhyascha kripa sindhu Vaishnavyo namo namah. Hare Krishna. Thank you so much. Hare Krishna. Okay, Hare Krishna. Close ചെയ്തോട്ടെ പ്രഭു. Hare Krishna. Thank you, Prabhu. Hare Krishna.